KSRTC ടൂർ പാക്കേജിൽ ഗവിക്ക് പോയി കാട്ടിൽ കുടുങ്ങിയ സംഘത്തെ തിരിച്ചെത്തിച്ചു. 38 പേരെയാണ് പത്തനംതിട്ടയിലെത്തിച്ചത്. ഉല്ലാസയാത്ര അതിജീവനത്തിന്റെ യാത്രയായെന്ന് സഞ്ചാരികൾ പറയുന്നു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഗവിയിൽ ഉല്ലാസയാത്ര പോയി കാട്ടിൽ കുടുങ്ങിയ ആളുകൾ എന്തായാലും പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. KSRTC തന്നെയാണ് ഇവരെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവന്നു. ഇവരെന്തായാലും പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ നിലവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണി മുതൽ ഏറെ മണിക്കൂറുകൾ, 4ലധികം മണിക്കൂറുകളാണ് ഇവർ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചേട്ടാ, എന്തായിരുന്നു ഈ ഉല്ലാസയാത്ര പോയി അതിജീവന യാത്രയായി മാറിയ സംഭവമായി പോയല്ലോ? അതെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഉല്ലാസയാത്രയ്ക്കായിട്ട് ഗവിയിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. KSRTC നമ്മുടെ പ്രിയപ്പെട്ട ബജറ്റ് ടൂറിസം ആയതുകൊണ്ട് നമ്മളത് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് 16 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അധ്യാപകരും സ്റ്റാഫും എല്ലാം കൂടി ഗവിയിലേക്ക് പോകുന്ന വഴിയിൽ മൂഴിയാറിന് ശേഷം ഇത്തിരി ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഓരോ 11 ആയപ്പോഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയി. പിന്നീട് പത്തനംതിട്ടയാണ് നമ്മൾ അറിയിക്കുന്നത്. പത്തനംതിട്ട ഡിപ്പോയിലാണ് അറിയിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വാഹനം വരാൻ 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു വാഹനം വന്നു. അപ്പോൾ വന്നപ്പോൾ ആ വാഹനവും കംപ്ലൈൻ്റ് ആയിപ്പോയി. വലിയ മഴയും ഇടിയും അതുപോലെ തന്നെ ആനയുടെ ഒച്ചയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഭയന്നു. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പ്രായമായിരുന്നു, അവരൊക്കെ കരയാൻ തുടങ്ങി. അങ്ങനെ നിന്നപ്പോൾ നമുക്ക് ഗവിയിൽ നിന്ന് തിരിച്ചു വന്നൊരു ബസ്സിനകത്ത് നല്ല ലോഡായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും തിക്കി കയറി താഴെ മൂഴിയാർ നമ്മുടെ KSEBയുടെ ക്യാൻറ്റീൻ്റെ അവിടേക്ക് ഞങ്ങളെ കൊണ്ടിറക്കി. അപ്പോൾ അതുവരെ ഞങ്ങൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ഒന്നുമില്ല, ചായ മാത്രമേ കിട്ടിയത്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ പത്തനംതിട്ട പോലീസിൽ നിന്ന് അവർ എത്തി സഹായം ചെയ്തു. എന്തായാലും വലിയ ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം, കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കുടുങ്ങുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ച് കാട്ടിൽ നിന്ന് തിരിച്ചു വന്നത് വലിയൊരു ആശ്വാസമാണ്. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ആ കുറച്ച് സമയം? വലിയ പേടിയായി തോന്നി. സത്യം പറഞ്ഞാൽ മഴയും ഇടിയും പിന്നെ അതുപോലെ കോട ഇറങ്ങി, അതുപോലെ താഴെ ആനയുടെ ചിഹ്നവിളിയൊക്കെ അതിന് മുന്നേ ഞങ്ങൾ കേട്ടതാണ്. ആന പോകുന്ന വഴിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്കിനി എന്ത് സംഭവിക്കും? ഞങ്ങളുടെ കൂടെ കൊച്ചുങ്ങളുണ്ട്, പൊടി കുഞ്ഞുണ്ട്, വയസ്സായവരുണ്ട്. അതിൽ ഒരമ്മ തന്നെ കരയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. കാരണം മഴ പെയ്യുന്ന ചുറ്റുമൊന്നും കാണാൻ പറ്റുന്നില്ല. ആ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അപ്പം ഒരാളുടെ മനോധൈര്യം പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ ഡൗൺ ആവും. പക്ഷേ നമ്മളെല്ലാവരും അതിൽ നിന്ന് അതിജീവിച്ചെന്ന് തന്നെ പറയാം. എന്തായാലും മുഴുവൻ യാത്രക്കാരും 38 യാത്രക്കാരും സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ട്. KSRTCയുടെ ഉല്ലാസയാത്ര അതിജീവന യാത്രയായെന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.